കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. ശ്രീകോവിലിനകത്ത് നിറഞ്ഞു കത്തുന്ന നെയ്വിളക്കുകളെല്ലാം നമുക്ക് കാണാം. അതിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് നോക്കൂ, എന്തൊരു ഭംഗിയാണെന്നോ. ആ കണ്ണൻ പുഞ്ചിരി തൂകി നിൽക്കുകയാണ് കേട്ടോ, നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പച്ചപ്പട്ട് ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ. നട തുറന്ന സമയത്ത് ഈ രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണ നാമം ചൊല്ലി അതാ ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു. ആ സോപാനപ്പടിയിൽ നിന്ന് ആ കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. ആ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാകുന്നു. ആ സച്ചിദാനന്ദ കട്ടയുടെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ. ആ പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് പച്ചപ്പട്ട് ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ചോളൂ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ആ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ വരുന്നു. അതവിടെ പ്രതിഷ്ഠിച്ച് കെട്ടിപ്പിടിച്ച് താലോലിച്ച് ഒരു ഉമ്മ കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. ആ കണ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും, അതുറപ്പാണ്. ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി കണ്ണനെ വിളിച്ചോളൂ. ആ സ്നേഹം മാത്രം മതി നമ്മുടെ കണ്ണനെ. ആ കണ്ണനതാ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വന്ന് ആ വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. അപ്പോൾ ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി നാമം ജപിക്കല്ലേ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം നമ്മളെല്ലാവരും ദിവസേന ഉപാസന മാതിരി രാവിലെയോ വൈകുന്നേരമോ സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഈ മന്ത്രം ജപിക്കണം. ഈ നാമത്രയ മന്ത്രത്തിന് അത്രയും അധികം ശക്തിയുള്ളതാണ്. ഈ നാമങ്ങൾ നമ്മൾ നിത്യേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് എല്ലാം ഉണ്ടാകുന്നതാണ്. ഈ കലികാലത്ത് നമുക്ക് ജപിക്കുവാനായി ഋഷീശ്വരന്മാർ തയ്യാറാക്കി തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി, ഈ മന്ത്രം എല്ലാവരും ദിവസേന ജപിച്ചോളൂ, ദിവസേന ഉപാസിച്ചോളൂ. ഗുരുവായൂരപ്പൻ നമ്മുടെ ഒപ്പം തന്നെ വന്ന് നിൽക്കും. ഗുരുവായൂരപ്പൻ നമ്മുടെ കാര്യങ്ങളൊക്കെ നേരെയാക്കി തരും. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.